ഹായ് ഫ്രണ്ട്സ്, എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിന് 22 റൺസിൻ്റെ വിജയം. 5-ാം ദിവസം 58-4 എന്ന നിലയിൽ ബാറ്റിംഗ് പുനരാരംഭിച്ച ഇന്ത്യക്ക് 71 റൺസ് എടുത്തപ്പോഴേക്കും 5 വിക്കറ്റും 81-ൽ 6-ാം വിക്കറ്റും 82-ൽ 7-ാം വിക്കറ്റും നഷ്ടമായി. അപ്പോൾ ഇന്ത്യ 100 റൺസിനകത്ത് വെച്ച് ഓൾ ഔട്ടാകും. ഇംഗ്ലണ്ട് ഏകദേശം 100 റൺസിൽ പരം റൺസിന് വിജയിക്കും എന്നൊക്കെ കരുതി ഇരുന്ന ഇംഗ്ലണ്ട് ഫാൻസിനും ഇംഗ്ലണ്ട് കളിക്കാർക്കും ഒരു കുറച്ച് നേരത്തേക്കെങ്കിലും ടെൻഷൻ, കുറച്ച് നേരമല്ല കുറേ അധിക നേരം ടെൻഷൻ സമ്മാനിച്ചുകൊണ്ട് രവീന്ദ്ര ജഡേജ എന്ന ഒറ്റയാൻ ക്രീസിൽ പിടിച്ചു നിന്നു. നിതീഷ് കുമാർ റെഡ്ഡിയുമായി 30 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് രവീന്ദ്ര ജഡേജ നേടിയത്. അതിനുശേഷം ജസ്പ്രീത് ബുംറയുമായി ബുംറയാണ് എടുത്തു പറയേണ്ടത്. ബുംറ ഏകദേശം 53 ബോളുകൾ പിടിച്ചു നിന്നു. 5 റൺസേ എടുത്തുള്ളൂ എങ്കിലും രവീന്ദ്ര ജഡേജയ്ക്ക് കട്ട സപ്പോർട്ടായി പിടിച്ചു നിന്നു. 100-ൽ പരം റൺസിന് ഇംഗ്ലണ്ട് വിജയിക്കുമെന്ന സാധ്യതയിൽ നിന്നും, അല്ലെങ്കിൽ ആ ഒരു ചാൻസിൽ നിന്നും ഇന്ത്യയെ വിജയത്തിന് ഏകദേശം 22 റൺസ് അകലെ വരെ, ഏകദേശം അതിനടുത്ത് 22 റൺസ് മാത്രം അകലെയാണ് ഇന്ത്യ ഓൾ ഔട്ടായത്. ടോപ്പ് ഓർഡറിൽ KL രാഹുൽ ഒഴിച്ച് ആരും തന്നെ വേണ്ട രീതിയിൽ പെർഫോം ചെയ്തില്ല, അല്ലെങ്കിൽ അവർക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. മിഡിൽ ഓർഡറിൽ രവീന്ദ്ര ജഡേജ മാത്രമാണ് 61 റൺസുമായി പുറത്താകുന്നത്. മുഹമ്മദ് സിറാജ് 181 ബോളിലാണ് രവീന്ദ്ര ജഡേജ 61 റൺസ് നേടിയത്. മുഹമ്മദ് സിറാജ് ബഷീറിൻ്റെ ബോളിൽ ഔട്ടായി പുറത്താകുമ്പോൾ നിസ്സഹായനായി ഒരു സൈഡിൽ നോക്കി നിൽക്കാനേ രവീന്ദ്ര ജഡേജയ്ക്ക് കഴിഞ്ഞുള്ളൂ. കാരണം അത്രമാത്രം ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് ഡെഡിക്കേഷൻ. എല്ലാവരും എഴുതിത്തള്ളിയ ഇന്ത്യൻ ബാറ്റിംഗ് നിരയായിരുന്നു ലോർഡ്സിൽ 2-ാം ഇന്നിങ്സിൽ കണ്ടത്. എല്ലാവരും പ്രതീക്ഷ തെറ്റുപോയി. കാരണം 4-ാം ദിവസം തന്നെ 4 വിക്കറ്റ് നഷ്ടമായി. എങ്കിലും KL രാഹുലും രവീന്ദ്ര ജഡേജയും പിടിച്ചു നിൽക്കും എന്ന ഒരു ഉത്തമ വിശ്വാസം ഉണ്ടായിരുന്നു. തന്നെയല്ല, നിതീഷ് കുമാർ റെഡ്ഡിയും വാഷിങ്ടൺ സുന്ദറും ഒക്കെ കഴിഞ്ഞ കളിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തവരൊക്കെ ഉണ്ടല്ലോ എന്നുള്ളൊരാശ്വാസം ഉണ്ടായിരുന്നു ഇന്ത്യക്ക്. പക്ഷേ നിർഭാഗ്യവശാൽ അവരെല്ലാം പെട്ടെന്ന് തന്നെ പുറത്താവുകയും രവീന്ദ്ര ജഡേജ മാത്രം ഒരു സൈഡിൽ പിടിച്ചു നിന്നു. രവീന്ദ്ര ജഡേജയ്ക്ക് ഔട്ടായി കുറച്ച് നേരമെങ്കിലും പിടിച്ചു നിന്നത് മുഹമ്മദ് സിറാജും നിതീഷ് കുമാർ റെഡ്ഡിയും ബുംറയും മാത്രമാണ്. വേറെ ആർക്കും അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മിഡിൽ ഓർഡറിലോ ടോപ്പ് ഓർഡറിലോ ഒരാൾ കൂടി ഫോം ആയിരുന്നെങ്കിൽ ലോർഡ്സിലെ ഈ 3-ാം ടെസ്റ്റ് വിജയം ഇന്ത്യക്കൊപ്പമായേനെ. വെറും 22 റൺസ് അകലെ മാത്രമായിരുന്നു ഇന്ത്യ ഓൾ ഔട്ട് ആകുമ്പോൾ ഇന്ത്യൻ വിജയലക്ഷ്യം. എന്തായാലും രവീന്ദ്ര ജഡേജയ്ക്ക് എടുത്തു പറയാൻ മറ്റൊരു റെക്കോർഡ് എന്ന് പറയുന്നത്, മറ്റൊരു റെക്കോർഡല്ല, അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ്, ഈ ടെസ്റ്റ് സീരീസിലെ അദ്ദേഹത്തിൻ്റെ അച്ചീവ്മെൻറ്റ് തുടർച്ചയായി 450 അദ്ദേഹം നേടിയിരിക്കുന്നത്. ഈ ഇന്നിങ്സിലെ കഴിഞ്ഞ ടെസ്റ്റിൽ 2 ഇന്നിങ്സിലും 50 നേടി. ഈ ടെസ്റ്റിലും 2 ഇന്നിങ്സിലും 50 നേടിയിരിക്കുകയാണ്. മികച്ച ഒരു ഓൾറൗണ്ടറാണെന്ന് അദ്ദേഹം വീണ്ടും തെളിയിച്ചു. ബൗളിങ്ങിൽ അത്യാവശ്യം നിർണായക ഘട്ടങ്ങളിൽ 1-2 വിക്കറ്റ് എടുക്കുന്നതിൽ അത്രയ്ക്കൊരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ല എങ്കിൽ പോലും ബൗളിങ്ങിലും അത്യാവശ്യം അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. രവീന്ദ്ര ജഡേജ ബൗളിങ്ങിൽ എടുത്തു പറയേണ്ടത് എക്കണോമി റേറ്റ് തന്നെയാണ്. നല്ല എക്കണോമി റേറ്റിൽ തന്നെയാണ് അദ്ദേഹം എല്ലാ ഫോർമാറ്റിലും ബൗൾ ചെയ്യുന്നത്. എന്തായാലും 2-1 പുറകിൽ നിൽക്കുന്ന ഇന്ത്യക്ക് ഇനിയുള്ള 2 ടെസ്റ്റും വിജയിച്ചാൽ മാത്രമേ സീരീസ് സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഒരു ടെസ്റ്റ് വിജയിച്ച് അടുത്ത ടെസ്റ്റ് സമനിലയിലായാൽ സീരീസ് സമനിലയിലാക്കാൻ കഴിയും. അപ്പോൾ ഇംഗ്ലണ്ടിനാണ് ഇനിയുള്ള ചാൻസ് കൂടുതലുമുള്ളത്. കാരണം അവർക്ക് 2 ടെസ്റ്റ് ഓൾറെഡി ജയിച്ചു. ഇനിയുള്ള ഒരു ടെസ്റ്റ് ജയിച്ചാൽ തന്നെ അവർക്ക് ടെസ്റ്റ് സീരീസ് സ്വന്തമാക്കാൻ കഴിയും. എന്തായാലും അടുത്ത ടെസ്റ്റിൽ
അടുത്ത ടെസ്റ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഫ്രണ്ട്സ്.